ഹലോ ഗൈസ്, സ്റ്റൈൽ ഫുട്ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ചാമ്പ്യൻസ് ലീഗിൻ്റെ റൗണ്ട് ഓഫ് 16ലെ 4 സെക്കൻഡ് ലെഗ് മത്സരങ്ങൾ ഓൾറെഡി അവസാനിച്ചിരിക്കുകയാണ്. സോ അതിനകത്ത് നമ്മൾ ബാഴ്സ വേഴ്സസ് ബെൻഫിക്ക മാച്ചിനെ കുറിച്ചും അതേപോലെ ലിവർപൂൾ വേഴ്സസ് PSG മാച്ചിനെ കുറിച്ചുമാണ് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ. സോ നമുക്ക് ആദ്യം ബാഴ്സയുടെ മാച്ച് നോക്കുകയാണെങ്കിൽ ബെൻഫിക്കയുടെ സ്റ്റേഡിയത്തിൽ പോയി ഫസ്റ്റ് ലെഗിൽ ഒരു ഗോളിൻ്റെ അഡ്വാൻറ്റേജുമായിട്ടാണ് കാറ്റലോണിയയിലേക്ക് തിരിച്ചു വന്നത് ബാഴ്സ ടീം. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോൾ ബെൻഫിക്കയ്ക്കെതിരെ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു 3 ഗോൾ അടിച്ച് കളി അങ്ങോട്ട് സീൽ ചെയ്തു എന്നുള്ളതാണ്. വളരെ കംഫർട്ടബിൾ ആയിട്ടൊരു വിക്ടറി തന്നെയായിരുന്നു. എസ്പെഷ്യലി ആ സെക്കൻഡ് ഹാഫൊക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് കളിച്ചു തീർത്തത്. സോ ടീം ലൈനപ്പ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 4-2-3-1 ഫോർമേഷനിൽ ഇൻ പേപ്പർ ഹാൻസി ഫ്ലിക്കിൻ്റെ ബാഴ്സ ഇറങ്ങിയിരുന്നെങ്കിൽ ഒരു 4-3-3 ഫോർമേഷനിലാണ് ബെൻഫിക്ക മത്സരത്തെ അപ്രോച്ച് ചെയ്തിരുന്നത്. ആൻഡ് മത്സരം തുടങ്ങി ലെമിൻ യമാൽ ആൻഡ് റഫീന ഷോ എന്ന് പറയുന്നതായിരിക്കും കറക്റ്റ്. റൈറ്റിൽ യമാലാണെങ്കിൽ ലെഫ്റ്റിൽ റഫീനയുടെ ഷോ ആയിരുന്നു. 2 പേരും കൂടിയാണ് 3 ഗോളും അടിച്ചു കൂട്ടിയിരിക്കുന്നത് എന്നുള്ളതാണ്. സോ മത്സരം തുടങ്ങി 11ാമത്തെ മിനിറ്റിൽ തന്നെ റഫീന ഗോൾ നേടി. അവിടെ റഫീന അടിച്ച ഗോളിനേക്കാളും കൂടി കൈയടി കൊടുക്കേണ്ടത് അസിസ്റ്റ് കൊടുത്ത ലെമിൻ യമാലിൻ്റെ പ്ലേ മേക്കിങ്ങിനായിരുന്നു. അവിടെ റൈറ്റ് ബോക്സിൻ്റെ എഡ്ജിൽ റൈറ്റ് സൈഡിൽ 2 ഡിഫൻഡേഴ്സിനെ തട്ടി മാറ്റി ബെൻഫിക്ക പ്ലേയേഴ്സിൻ്റെ ഇടയ്ക്കൂടെ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഒരു സ്ലൈറ്റ്ലി ലോഫ്റ്റഡ് ആയിട്ട് പന്ത് റഫീനയ്ക്ക് ഇതങ്ങനെ വെച്ച് കൊടുക്കുക എന്നൊക്കെ പറയില്ലേ, കറക്റ്റ് ആ സ്പോട്ടിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുകയായിരുന്നു റഫീനയ്ക്ക് അവിടെ ഒരു ക്ലോസ് റേഞ്ച് വോളി ഫിനിഷ് ചെയ്യേണ്ട ഒരു കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അങ്ങനെ 11ാമത്തെ മിനിറ്റിൽ തന്നെ ബാഴ്സ ഹോം ഗെയിമിൽ ലീഡ് എടുത്തു എന്നുള്ളതാണ്. പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ബെൻഫിക്ക തിരിച്ചടിച്ചു. ഒരു കോർണർ കിക്കിൽ നിന്ന് ഡിഫൻഡറായ ഒറ്റമെൻഡിയാണ് ഒരു ഹെഡർ ഗോൾ നേടിയത്. അവിടെ ആ ഒരു ഗോൾ വരുന്നതിൽ ഒറ്റമെൻഡി അൺമാർക്ക്ഡ് ആയിരുന്നു എന്നുള്ളത് ഒരു ഫാക്ടർ തന്നെയാണ്. അതിനുശേഷം പക്ഷേ 27ാമത്തെ മിനിറ്റിൽ ലെമിൻ യമാൽ തന്നെ ലീഡ് തിരിച്ച് നേടിക്കൊടുക്കുന്നുണ്ട് സ്വന്തം ടീമിന്. അവിടെ ശരിക്കും സംഭവിച്ചത് ലെഫ്റ്റ് സൈഡിൽ നിന്നും റഫീനെ എടുക്കുന്നൊരു ഫ്രീ കിക്കായിരുന്നു. സോ അത് ആദ്യം ബോക്സിനെ കവർ ചെയ്തു, പിന്നെ വലിയ അനക്കൊന്നും ഇല്ലാണ്ട് അത് റൈറ്റ് സൈഡിലേക്ക് ത്രോ ലൈനിനെ ലക്ഷ്യം വെച്ച് പോവുകയായിരുന്നു പന്ത്. സോ അവിടേക്ക് ആ ലെമിൻ യമാൽ ഓടിച്ചെല്ലുന്നു, ത്രോ പോകാണ്ട് സേവ് ചെയ്യുന്നു. പിന്നീട് ഒരു 1-on-1 ചലഞ്ചിലേക്കാണ്, ഒരു ബെൻഫിക്ക പ്ലെയറായിട്ട് ഒരു 1-on-1 ചലഞ്ചിലേക്കാണ് വന്നത്. ഡിഫൻഡറായ സാമുവൽ ഡാൽ ആയിരുന്നു യമാലിനെതിരെ ഒരു 1-on-1 ചലഞ്ചിന് അവിടേക്ക് ആ ഒരു ഏരിയയിലേക്ക് എത്തിയത്. ഈ ഒരു ഡിഫൻഡറെ വെട്ടിച്ച് ലെഫ്റ്റിലേക്ക് ഒരു ഓപ്പൺ സ്പേസിലേക്ക് യമാൽ ഓടിക്കയറുന്നു. ബോക്സിൻ്റെ എഡ്ജ് എത്തിക്കഴിയുമ്പോൾ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട് തകർപ്പൻ കേളിങ് ഷോട്ട്, ഒരു എഫേർട്ട്ലെസ് ഷോട്ട് എന്നൊക്കെ തോന്നിപ്പോകും. അതേപോലെ ഒരു പെർഫെക്റ്റ് സാധനം. ഗോൾ കീപ്പറായ ട്രോബിന് ഒരു ചാൻസ് ഉണ്ടായില്ല. കറക്റ്റായിട്ട് കേൾ ചെയ്ത് ആ ഒരു കോർണറിൽ ആ ഒരു മൂലയ്ക്ക് കൊന്ന് ലാൻഡ് ചെയ്തു ആ പന്ത്. അങ്ങനെ 27ാമത്തെ മിനിറ്റിൽ ബാഴ്സയ്ക്ക് മത്സരത്തിലെ ലീഡ് നേടിക്കൊടുത്തു ലെമിൻ യമാൽ. ആ ഒരു സമയത്തോടെ തന്നെ യമാലിന് പുതിയൊരു റെക്കോർഡും കൂടി അവിടെ കിട്ടുന്നുണ്ട്. UEFA ചാമ്പ്യൻസ് ലീഗിൽ ഒരേ മത്സരത്തിൽ തന്നെ ഗോളും അസിസ്റ്റും റെക്കോർഡ് ചെയ്യുന്ന യങ്ങസ്റ്റ് പ്ലെയർ എന്നൊരു പുതിയ റെക്കോർഡാണ് യമാലിന് അവിടെ കിട്ടിയത്. അതിനുശേഷം 42ാമത്തെ മിനിറ്റ്, ഫസ്റ്റ് ഹാഫ് അവസാനിക്കുന്നതിന് കുറച്ച് നിമിഷങ്ങൾ മുമ്പ് തന്നെ റഫീന ഫൈനൽ ഗോളും നേടിയെന്നുള്ളതാണ്. ബാൽഡെ വെച്ച് കൊടുക്കുന്ന പന്തിന് ഒരു കോർണറിലേക്ക് അടിച്ച് പരത്തി വിട്ടു റഫീന. അവിടെ ട്രൂബിൻ അഗെയിൻ ബീറ്റണായി. അങ്ങനെ 3-1 എന്നുള്ള ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ സ്കോർ ലൈൻ ടോട്ടൽ ആഗ്രിഗേറ്റിൽ സ്കോർ ലൈൻ 4-1 സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ അവസരങ്ങൾ ഉണ്ടായിരുന്നു. ഡിയോങ്ങിനും ആരാജുവൊക്കെ അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര അവസരങ്ങൾ സെക്കൻഡ് ഹാഫിലേക്ക് വന്നൊന്നും തോന്നിച്ചില്ല. പക്ഷേ സെക്കൻഡ് ഹാഫിൽ മത്സരമായിരിക്കും ബാഴ്സ ഫാൻസിന് കുറച്ചും കൂടി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുക. കാരണം അത്ര കംഫർട്ടബിൾ ആയിട്ട് ബോൾ കീപ്പ് ചെയ്ത് ബെൻഫിക്കയ്ക്ക് അധികം ചാൻസ് കൊടുക്കാതെ പന്ത് അവരുടെ കാലുകളിലേക്ക് കൊടുക്കാതെ സ്വന്തം കാലുകളിൽ വെച്ച് കളിക്കുന്ന ഒരു ബാഴ്സ സ്റ്റൈൽ ഓഫ് പ്ലേ ആയിരുന്നു അവർ സെക്കൻഡ് ഹാഫിൽ മുഴുവനായിട്ട് കാണാൻ സാധിച്ചിരുന്നത്. അവിടെ എടുത്തു പറയേണ്ടതാണ് മിഡ്ഫീൽഡിൽ പെദ്രിയുടെയും ഓൾമോൻ്റെയും ഡിയോങ്ങിൻ്റെയും പെർഫോമൻസ് എന്ന് പറയുന്നത്. പെദ്രി തന്നെയായിരുന്നു മാൻ ഓഫ് ദി മാച്ച് ഈ ഒരു മത്സരത്തിലും. ഫസ്റ്റ് ലെഗിൽ ബെൻഫിക്ക സ്റ്റേഡിയത്തിൽ പോയി കളിച്ചപ്പോൾ അവിടെ മാൻ ഓഫ് ദി മാച്ച് പെഡ്രി തന്നെയായിരുന്നു. സോ 2 ലെഗിലും പെഡ്രി തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് ആയിരിക്കുന്നത്. അങ്ങനെ മിഡ്ഫീൽഡേഴ്സും വിങ്ങേഴ്സും അതേപോലെ ഡിഫൻസിൽ ബാൽഡയുടെ പെർഫോമൻസ് വളരെ എടുത്തു പറയേണ്ടതാണ്. ആ ലെഫ്റ്റ് വിങ്ങിൽ നല്ല രീതിയിൽ തന്നെ അറ്റാക്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിഫൻസീവ് ഡ്യൂട്ടീസിൻ്റെ കാര്യത്തിലാണെങ്കിലും വളരെ നല്ലൊരു പ്രകടനം തന്നെ ഈ ഒരു മത്സരത്തിലും ബാൽഡെ പുറത്തേക്ക് എടുത്തു എന്നുള്ളതാണ്. സോ ഇങ്ങനെ നിരവധി ബാഴ്സ പ്ലേയേഴ്സ് നല്ല രീതിയിൽ പെർഫോം ചെയ്തപ്പോൾ ലെവൻഡോസ്കിയുടെ കാര്യം, സ്ട്രൈക്കറായ ലെവൻഡോസ്കി അത്ര അങ്ങോട്ട് ബ്രൈറ്റ് ആയില്ല എന്ന് തോന്നിപ്പോയി. അവസരങ്ങളൊക്കെ ഉണ്ടായിട്ടും കാര്യമായിട്ട് മുതലാക്കാൻ പ്ലെയറിന് ഈ ഒരു മത്സരത്തിൽ കഴിഞ്ഞില്ല. ബട്ട് അതർവൈസ് വളരെ കൺവീനിയൻ്റ് ആയിട്ടൊരു വിക്ടറി തന്നെ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. കാര്യമായിട്ട് വേർക്കേണ്ടി ഒന്നും വന്നില്ല ബെൻഫിക്കയ്ക്കെതിരെ. അതിലിപ്പോൾ ബെൻഫിക്കയുടെ കാര്യം പറയുകയാണെങ്കിൽ ബെൻഫിക്കയ്ക്ക് അത്യാവശ്യം പന്ത് കളക്ട് ചെയ്തതിന് ശേഷം ബാഴ്സയുടെ ബോക്സ് വരെ എത്താനുള്ള കഴിവ് അവർ കാണിക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സ്റ്റൈൽ ഓഫ് പ്ലേ അവർ പുറത്തെടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഓഫ് ദ ബോൾ കളി
ഒന്ന് റെസിസ്റ്റ് ചെയ്ത് നിൽക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നില്ല കാര്യമായിട്ട്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ ബാഴ്സ കാലുകളിൽ നിന്ന് പന്ത് ഇടാതെ വന്നപ്പോൾ ബെൻഫിക്ക പ്ലേയേഴ്സ് വളരെയധികം വട്ടം ചുറ്റുന്നത് കാണാമായിരുന്നു. സോ അതേപോലെ തന്നെ ഒരുപാട് തവണ ഓഫ് സൈഡ് ട്രാപ്പിൽ അവർ കൊടുക്കുന്നുണ്ട്. ഒരു ഹൈലൈൻ പിടിച്ച ഓഫ് സൈഡ് ട്രാപ്പിൽ കൊടുക്കുന്ന ഹാൻസി ഫ്ലിക്കിൻ്റെ ആദ്യത്തെ തന്ത്രമല്ല, അല്ലാണ്ട് തന്നെ ഒരുപാട് ഓഫ് സൈഡ് കുരുക്കുകളിൽ ബെൻഫിക്ക ഫോർവേഡ് ലൈൻ പെടുന്നത് കാണാമായിരുന്നു. ഓൾമോസ്റ്റ് 9 ഓഫ് സൈഡ് ട്രാപ്സിൽ അവർ കുടുങ്ങിയായിരുന്നു ഈ ഒരു മത്സരത്തിൽ തന്നെ. അതേപോലെ ബോക്സിലേക്ക് എത്തുമ്പോൾ ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ബെൻഫിക്ക പ്ലേയേഴ്സ് വളരെയധികം ബുദ്ധിമുട്ടുന്നത് കാണാമായിരുന്നു. ഒരു ഫൈനൽ പാസ് കറക്റ്റ് ആവാത്ത അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. അല്ലെങ്കിൽ മേ ബി കുറച്ചും കൂടി ഒരു ഫൈറ്റ് കൊടുക്കാൻ മേ ബി അവർക്ക് കഴിഞ്ഞേനെ എന്നുള്ളതാണ്. പക്ഷേ എന്തായാലും വളരെ കൺവീനിയൻ്റ് ആയിട്ടൊരു വിക്ടറി, കൈൻഡ് ഓഫ് എൻ ഈസി വിക്ടറി തന്നെ ഹാൻസി ഫ്ലിക്കിൻ്റെ ടീമിന് ബാഴ്സയ്ക്ക് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. സോ അവരങ്ങനെ ക്വാർട്ടർ ഫൈനൽ സീറ്റ് ഉറപ്പിച്ചു. ഇനി നമ്മൾ നേരെ പോകുന്നത് ആൻഫീൽഡിലേക്കാണ്. ആൻഫീൽഡിൽ PSG-യുടെ കഥ പറയാനായിട്ട്, അതൊരു കഥ തന്നെയുണ്ട് പറയാനായിട്ട്. ലിവർപൂളും PSG തമ്മിലുള്ള ഫസ്റ്റ് ലെഗ് മത്സരം പാരീസ് സ്റ്റേഡിയത്തിൽ വെച്ച് നടന്നു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ഗോളിൻ്റെ ഒരു അഡ്വാൻറ്റേജുമായിട്ടാണ് ആൻഫീൽഡിലേക്ക് ലിവർപൂൾ തിരിച്ചു വന്നത്. അവിടെ സ്റ്റാർ ആയത് അലിസൺ ബെക്കർ ആയിരുന്നു, ലിവർപൂളിൻ്റെ ഗോൾ കീപ്പർ. അവിടെ അലിസൺ ബെക്കർ സ്റ്റാർ ആയെങ്കിൽ ഇവിടെ ആൻഫീൽഡിൽ സ്റ്റാർ ആയത് PSG-യുടെ ഗോൾ കീപ്പറായ ഇറ്റാലിയൻ ഗോൾ കീപ്പർ ഡോണറുമേ ആയിരുന്നു. മത്സരം 1 ഗോളിന് PSG റെഗുലർ ടൈമിന് വിജയിച്ചു. അതിനുശേഷം 1-1 ആഗ്രിഗേറ്റ് ആയതുകൊണ്ട് മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് പോയി. അതിനുശേഷം പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോയി. അവിടെ 4-1 ഒരു തകർപ്പൻ വിക്ടറിയാണ് ഡോണറുമ്മ PSG-ക്ക് വേണ്ടി നേടിക്കൊടുത്തത്. 2 ക്രൂഷ്യൽ സേവ്സ് ആണ് അവിടെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ ഡോണറുമ്മ നടത്തിയത്. മത്സരത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരു 4-2-3-1 ഫോർമേഷനാണ് ലിവർപൂൾ അറിഞ്ഞിരുന്നതെങ്കിൽ ലൂയിസ് എൻട്രിക്കിൻ്റെ PSG ഇറങ്ങിയിരുന്ന ഒരു 4-3-3 ഫോർമേഷനിലായിരുന്നു ഇൻ പേപ്പർ. ഇനി മത്സരത്തേക്ക് നോക്കുമ്പോൾ നമുക്കറിയാം ലിവർപൂളിനെതിരെ ആൻഫീൽഡിൽ ഒരു മത്സരം വരുമ്പോൾ എങ്ങനെ പോയാലും ലിവർപൂളിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ടോട്ടൽ ഡോമിനേഷൻ ആയിട്ടുള്ള ശ്രമങ്ങൾ എന്തായാലും ഉണ്ടാവും. ആദ്യത്തെ 10 മിനിറ്റ് അത് തന്നെയായിരുന്നു മത്സരത്തിൽ. മത്സരം തുടങ്ങുന്ന നിമിഷങ്ങളിൽ തന്നെ മുഹമ്മദ് സാലയുടെ ഷോട്ട് ന്യൂനോ മെൻഡസ് അവിടെ ബ്ലോക്ക് ചെയ്ത് സേവ് ചെയ്ത് വിടുന്നുണ്ട്. സോ അതായിരുന്നു ആദ്യത്തെ 10 മിനിറ്റ് തുടക്കം തന്നെ ലിവർപൂൾ അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ ഓൺ ചാർജ് ചെയ്ത് നല്ല രീതിയിൽ പ്രസ് ചെയ്ത് ഡോമിനേഷൻ എടുക്കാനുള്ള ഒരു മെൻറ്റാലിറ്റി തന്നെയായിരുന്നു മത്സരം തുടങ്ങിയത്. പക്ഷേ 11ാമത്തെ മിനിറ്റിൽ അവിടെ അത് പാളി എന്നുള്ളതാണ്. മത്സരത്തിൻ്റെ ഫ്ലോക്ക് എതിരെയാണ് PSG ഗോൾ നേടിയത് എന്നുള്ളതാണ്. സോ അവിടെ ബാക്ക് ലൈനിൽ നിന്ന് പെട്ടെന്ന് വരുന്ന ഒരു ബോളായിരുന്നു. PSG ഡിഫൻസീവ് ലൈനിൽ നിന്ന് പെട്ടെന്ന് ലിവർപൂൾ ഹാഫിലേക്ക് വന്നൊരു ബോളായിരുന്നു. സോ അവിടെ പ്രസ്സിങ് ഫോർമേഷനിൽ നിന്നിരുന്ന ടീമായിരുന്നു ലിവർപൂൾ അവിടെ. സോ അവിടെ ഡിഫൻസിനും മിഡ്ഫീൽഡിനും ഇടയിൽ ഒരു ഹ്യൂജ് ഗ്യാപ്പ് വരുന്നു. അവിടേക്കാണ് ഡെംബെല്ലെ ഓടിക്കുന്നത്. ഡെംബെല്ലേനെ ക്ലോസ് ചെയ്ത് മാർക്ക് ചെയ്യാനായിട്ട് വാൻഡിക്കിനോ കൊനാറ്റോയ്ക്കോ ആ സമയത്ത് പറ്റിയിരുന്നില്ല, അവരത് ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ്. സോ ഡെംബെല്ലെ പന്തെടുക്കുന്നു, റൈറ്റിൽ ബാർക്കോളയ്ക്ക് വെച്ച് കൊടുക്കുന്നു, ബാർക്കോള തിരിച്ച് ബോക്സിനകത്തേക്ക് വെച്ച് കൊടുക്കുകയാണ്. ഡെംബെല്ലെ ഓടുന്നു, തൊട്ട് മുന്നേ കൊനാറ്റോ ഓടുന്നു. സോ അവിടെ ആലിസണും കൊനാറ്റയും തമ്മിൽ ചെറിയൊരു മിസ്കമ്മ്യൂണിക്കേഷൻ വരുന്നു. അവിടെ കൊനാറ്റെ ആ പന്ത് ക്ലിയർ ചെയ്യാൻ നോക്കുന്നു. സോ ആ ക്ലിയർ ചെയ്യാൻ നോക്കുമ്പോൾ അത്ര പവർഫുള്ളായിട്ട് അത് ക്ലിയർ ആവുന്നില്ല. പക്ഷേ അത് ആലിസൻ്റെ അടുത്തുനിന്ന് കുറച്ച് നീങ്ങിപ്പോവുകയും ചെയ്യുന്നുണ്ട്. ഗോൾ മുഖത്തിന് മുമ്പിൽ തന്നെ നിൽക്കുകയും ചെയ്തു. ഡെംബെല്ലെ പിറകിൽ കൂടെ ഓടിച്ചെന്ന് അത് തട്ടിയിട്ട് ഗോളാക്കുകയായിരുന്നു. അങ്ങനെ മത്സരത്തിൻ്റെ ഫ്ലോയ്ക്ക് വിപരീതമായിട്ട് PSG അവിടെ 11ാമത്തെ മിനിറ്റിൽ തന്നെ ഗോൾ നേടി. മത്സരത്തിലെ ലീഡിങ് ഗോളും ടോട്ടൽ ആഗ്രേറ്റിൽ ഈക്വലൈസിങ് ഗോളും അവിടെ കണ്ടെത്തി എന്നുള്ളതാണ്. സോ പിന്നീട് PSG-ക്ക് ആണെങ്കിലും ലിവർപൂളിനായാലും ധാരാളം അവസരങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ളതാണ്. പക്ഷേ 2 ടീമുകൾക്കും ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അവിടെ ബാർക്കോളയ്ക്ക് പിന്നീട് കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം തന്നെ നല്ലൊരു അവസരം കിട്ടിയതാണ്. പക്ഷേ അവിടെ അലിസൺ ബെക്കർ നല്ലൊരു സേവ് നടത്തി എന്നുള്ളതാണ്. ലിവർപൂളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ന്യൂമറസ് ചാൻസസ് അവർക്കും കിട്ടിയായിരുന്നു. പക്ഷേ അവർക്കും ഗോൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല. നല്ല രീതിയിൽ തന്നെ PSG ബ്ലോക്ക് ചെയ്ത് നിർത്തി എന്നുള്ളതാണ് ലിവർപൂളിന്. അവിടെ എടുത്തു പറയേണ്ടതാണ് PSG-യുടെ മിഡ്ഫീൽഡിലെ പെർഫോമൻസ്. വിറ്റീനയുടെയും ജാനോസിൻ്റെയും പെർഫോമൻസ് വളരെയധികം എടുത്തു പറയണം. 2 പോർച്ചുഗീസ് പ്ലേയേഴ്സാണ് നല്ല ഡിക്റ്റേറ്റിംഗ് കൈൻഡ് ഓഫ് ഗെയിം തന്നെ അവർ ഈ ഒരു മത്സരത്തിൽ മിഡ്ഫീൽഡിൽ കാഴ്ചവെച്ചു എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുകയാണെങ്കിൽ ലിവർപൂൾ ഏറെക്കുറെ ഫുൾ ഓൺ PSG-യുടെ ഹാഫിൽ തന്നെയായിരുന്നു. പക്ഷെ PSG അവരെ തടഞ്ഞു നിർത്തുന്നതിൽ സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ് റെഗുലർ ടൈം കഴിയുന്നവരെ. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ PSG-യുടെ ഭാഗത്തു നിന്നും അറ്റാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല സമയങ്ങളും ലിവർപൂൾ ഡിഫൻസിലെ പോരായ്മകൾ മുതലെടുക്കാനായിട്ട് അവരും ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഭാഗത്ത് നിന്ന് ഷോട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആലിസണും പണിയെടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഡോണറുമയ്ക്കാണ് കുറച്ചും കൂടി വർക്ക് റേറ്റ് ഈ ഒരു മത്സരത്തിൽ കൂടുതലായിട്ട് തോന്നിയത്. സെക്കൻഡ് ഹാഫിൽ എസ്പെഷ്യലി ധാരാളം ഇൻ്റർസെപ്ഷൻസും സേവ്സും നടത്തേണ്ടി വന്നിട്ടുണ്ട് ഡോണറുമയ്ക്ക് ഈ ഒരു മത്സരത്തിൽ. അങ്ങനെ മത്സരം 1-1 റെഗുലർ ടൈം അവസാനിച്ചു. പിന്നീട് എക്സ്ട്രാ ടൈമിലേക്ക് പോയി. എക്സ്ട്രാ ടൈമിലാണെങ്കിലും 2 ടീമുകൾക്ക് തുല്യമായിട്ടുള്ളൊരു
രീതിയിലാണ് മത്സരം പിന്നീട് 30 മിനിറ്റ് പോയത്. രണ്ട് ടീമുകൾക്ക് അവസരം ഉണ്ടായിരുന്നു, രണ്ട് ടീമുകളുടെ പ്ലേയേഴ്സും സേവ്സ് നടത്തുന്നുണ്ടായിരുന്നു, സ്കോർ ചെയ്യാൻ നോക്കുന്നുണ്ടായിരുന്നു. പക്ഷേ സ്കോർ ലൈൻ മാത്രം ചരിച്ചില്ല. അങ്ങനെ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തി. വളരെ വാലിഡേറ്റിംഗ് ആയിട്ടുള്ളൊരു പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് എത്തി. കാരണം വളരെ 120 മിനിറ്റ് രണ്ട് ടീമുകളും അവരുടേതായ ടാക്ടിക്സിൽ കളിച്ചു, രണ്ട് ടീമുകളും വൃത്തിക്ക് തന്നെ കളിച്ചു എന്ന് തോന്നിപ്പോയി. അങ്ങനെ 120 മിനിറ്റ് കഴിഞ്ഞ് പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് വന്നു. പെനാൽറ്റി ഷൂട്ടൗട്ട് ആദ്യം തന്നെ ലിവർപൂളിനൊന്ന് ഡൗൺ ആയി എന്നുള്ളതാണ്. കാരണം ഫസ്റ്റ് തന്നെ ടോസ് ഇടുമല്ലോ, ഏത് സൈഡിലാണ് ഷൂട്ടിംഗ് നടത്തേണ്ടത് എന്നുള്ളൊരു ടോസ് നടന്നു. അപ്പോൾ PSG സൈഡിലാണ് നറുക്ക് വീണത്. സോ PSG സൈഡിൽ തന്നെ പെനാൽറ്റി, ആൻഫീൽഡിലാണെങ്കിൽ പോലും PSG സൈഡിൻ്റെ മുമ്പിൽ പെനാൽറ്റി എടുക്കേണ്ട ഒരു ഗതികേടിലേക്ക് അവിടെ ലിവർപൂൾ പ്ലേയേഴ്സ് വന്നു ആദ്യമേ തന്നെ. PSG വേണ്ടി ആദ്യത്തെ ഷോട്ട് എടുക്കാൻ വന്നത് മിഡ്ഫീൽഡറായ വിറ്റീന തന്നെയായിരുന്നു. വിറ്റീനയ്ക്ക് വീഴ്ചയില്ല, ആലിസൺ ബെക്കർ അവിടെ ബീറ്റണായി. സോ അതിന് മറുപടി ഷോട്ട് എടുക്കാൻ വന്നത് മുഹമ്മദ് സാലെ ആയിരുന്നു. പവർഫുൾ ഷോട്ട് തന്നെ അവിടെ ലിവർപൂളിന് വേണ്ടിയും സ്കോർ ചെയ്തു. അതിനുശേഷം പിന്നെ വന്നത് ഗോൺസാലോ റാമോസ് ആയിരുന്നു, പോർച്ചുഗീസ് സ്ട്രൈക്കർ. 120 മിനിറ്റിലാണ് ഈ താരത്തിനെ ലൂയിസ് എൻറിക്ക് മത്സരത്തേക്ക് ഇറക്കി വിടുന്നത്. പെനാൽറ്റി എടുക്കാൻ വേണ്ടി മാത്രം ഇറക്കിയതാണ് ഈ താരത്തിന്. ആ താരത്തിനും പഴച്ചില്ല, PSG അങ്ങനെ പിന്നെയും ലീഡിലേക്ക് എത്തി. അതിന് മറുപടി ഷോട്ട് എടുക്കാൻ വന്നത് ഡാർവിൻ നൂനസ് ആയിരുന്നു. സോ ആ ഒരു പ്ലെയർ, നമ്മൾ പറഞ്ഞില്ലേ ഓരോരുത്തർ വരുമ്പോൾ ഒരു ആംബിയൻസ് ഉണ്ട്, ഒരു പ്രസൻസ് ഉണ്ട് എന്നൊക്കെ പറയില്ലേ, വരുമ്പോൾ തന്നെ ഒരു നെഗറ്റീവ് ടച്ചോട് കൂടി ഈ നമ്മൾ ചില പ്ലേയേഴ്സിനും പറയല്ലോ ചിലപ്പോൾ ഇവന് മിസ്സാവും, ഇവൻ്റെ വരവ് ശരിയില്ല എന്നൊക്കെ പറയില്ല, അതേപോലെ ഒരു ആംബിയൻസിലായിരുന്നു ഡാർവിൻ നൂനസ് വന്നത്. ഇത്ര ഒരു ഹോം മാച്ചാണ് താരത്തിൻ്റെ, ലിവർപൂളിലെ ഹോം മാച്ചാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരു വരവ് പോലെ തോന്നിയിരുന്നു. മേ ബി അദ്ദേഹത്തിൻ്റെ റീസെൻറ്റ് ഫോംസ് ആയിരിക്കും നമുക്ക് അങ്ങനെ തോന്നിപ്പിക്കുന്നതിൻ്റെ കാരണം, പറയാൻ പറ്റില്ല. എനിവേ അദ്ദേഹത്തിൻ്റെ ഷോട്ട് അവിടെ ഡോണറുമ തടഞ്ഞു എന്നുള്ളതാണ്. സോ അത് കഴിഞ്ഞപ്പോൾ തന്നെ ഡാർവിൻ നൂനസിനെ തിരിച്ച് നടത്തും, സഹകളിക്കാരുടെ കൂടെ പോയി നിൽക്കുന്നു. അതിനുശേഷം ക്യാമറ അദ്ദേഹത്തെ തന്നെ ഫോക്കസ് ചെയ്യുന്നുണ്ട് കുറച്ച് നേരം. സോ അദ്ദേഹത്തിൻ്റെ ആ മുഖഭാഗത്തിൽ നിന്ന് തന്നെ അദ്ദേഹം സ്വയം ആക്സെപ്റ്റ് ചെയ്യുന്നു, എൻ്റെ ഒരു മിസ്റ്റേക്കിൽ തന്നെ എൻ്റെ ടീം അഗെയിൻ തോക്കും എന്നൊരു രീതിയിലുള്ളൊരു അദ്ദേഹം അത് ആക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നവരെ നമുക്ക് ഫീൽ ചെയ്യും. അതിനുശേഷം ഇതിന് പിന്നീട് PSG വേണ്ടി ഷോട്ട് എടുക്കാൻ വന്ന ഉസ്മാനെ ഡെമ്പല്ലേ ആയിരുന്നു. വളരെ കംഫർട്ടബിൾ ആയിട്ട് താരോടെ ഗോൾ സ്കോർ ചെയ്തു. പിന്നെ വന്നത് കർട്ടിസ് ജോൺസ് ആയിരുന്നു. കർട്ടിസ് ജോൺസും ഇതേപോലെ ഡാർവിൻ നൂനസിനെ പോലെ മിസ് ചെയ്തു, ഡോണറുമ അഗെയിൻ അവിടെ സേവ് ചെയ്തു എന്നുള്ളതാണ്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ നാലാമത്തെ ഷോട്ട് എടുക്കാൻ വന്നത് സബ്സ്റ്റിറ്റ്യൂട്ടായി വന്ന യങ്സ്റ്റർ ഡിസൈർ ഡോഗോ ആയിരുന്നു. വളരെ കംഫർട്ടബിളായിട്ട് ലെഫ്റ്റ് അപ്പർ കോർണറിലേക്ക് അടിച്ചു കയറ്റി അവിടെ PSG പ്ലേയേഴ്സിൻ്റെ സെലിബ്രേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഓടി നടന്ന് സെലിബ്രേറ്റ് ചെയ്യുക. കുറച്ച് താരങ്ങൾ ഡോണറുമേനൊക്കെ പോയി കെട്ടിപ്പിടിക്കുന്നു, മറ്റുള്ള താരങ്ങൾ കോച്ചിനെ കെട്ടിപ്പിടിക്കുന്നു. ഡെമ്പലെയും ലൂയിസ് എൻറിക്കും എല്ലാം കെട്ടിപ്പിടിച്ച് നിന്ന് സെലിബ്രേറ്റ് ചെയ്യായിരുന്നു ആൻഫീൽഡിൽ ആ ഒരു വിജയത്തെ. ഒരിക്കലും ഒരു ബ്ലണ്ടർ വിജയം എന്ന് പറയാൻ കഴിയില്ല. വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള 120 മിനിറ്റ്സും അതിനുശേഷമുള്ള പെനാൽറ്റി ഷൂട്ടൗട്ട് ആണെങ്കിലും വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ളൊരു വിക്ടറി തന്നെയായിരുന്നു ലൂയിസ് എൻറിക്കിൻ്റെ PSG. ചാമ്പ്യൻസ് ലീഗ് ഇത്തവണ ഒരു സീരിയസ് കണ്ടൻറ്റേഴ്സ് ആണ് തങ്ങൾ എന്നൊരു കറക്റ്റായിട്ടൊരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ PSG ആൻഫീൽഡിൽ കുറിച്ചു എന്നുള്ളതാണ്. ഇത്തവണ പഴയ PSG എന്നല്ല, പണ്ടൊക്കെ നമ്മൾ PSG എന്ന് പറയുമ്പോൾ കുറേ സ്റ്റാർ വാല്യൂ ഉള്ള പ്ലേയേഴ്സ് ഉണ്ടാവും, ഒരു സ്റ്റാർ ടീം എന്നൊക്കെ പറയാറുള്ളൂ. പക്ഷെ ഇത്തവണ അതല്ല, ടാലൻറ്റഡ് യങ്സ്റ്റേഴ്സ് ഉള്ള, വെൽ പ്ലാൻഡ് ആയിട്ടുള്ള, വെൽ വിഷനുള്ള ലൂയിസ് എൻറിക്കിൻ്റെ കീഴിൽ കറക്റ്റായി മോൾഡ് ചെയ്യപ്പെട്ട് വരുന്ന ഒരു ടീം തന്നെയാണ്. ചാമ്പ്യൻസ് ലീഗിൽ കാര്യമായ ത്രെറ്റ് കൊടുക്കാൻ, ആ ഒരു ടൈറ്റിലിന് കാര്യമായ ത്രെറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ടീം തന്നെയാണെന്നുള്ളത് ആൻഫീൽഡ് ഒരു പ്രൂവ് ചെയ്തു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ വെച്ചു എന്നുള്ളതാണ്. സോ അങ്ങനെ ഡോണറുമയുടെ 2 ക്രൂഷ്യൽ സേവുകൾ, ഡാർവിൻ നൂനസിനെതിരെയും കർട്ടിസ് ജോൺസിനെതിരെയുള്ള 2 ക്രൂഷ്യൽ സേവിൽ 4-1 പെനാൽറ്റി ഷൂട്ടൗട്ട് സ്കോറിലാണ് പ്രീമിയർ ലീഗ് ടൈറ്റിൽ ഫേവറേറ്റ്സിനെ PSG ആൻഫീൽഡിൽ ലിവർപൂളിലെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ച് തകർത്ത് വിട്ടത്, ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്താക്കിയത് എന്നുള്ളതാണ്. സോ അങ്ങനെ PSG-യും ക്വാർട്ടർ ഫൈനലിലേക്കുള്ള സീറ്റ് ഉറപ്പിച്ചു. മറ്റുള്ള 2 മത്സരങ്ങളിൽ ബയൺ മ്യൂണിച്ച് 2-0 ബയർ ലിവർകൂസനെ തോൽപ്പിക്കുന്നുണ്ട്. സോ ടോട്ടൽ ആഗ്രിഗേറ്റ് 5-0 അവർ ക്വാർട്ടറിലേക്ക് കയറുന്നത്. അതേപോലെ ഇന്റർ മിലാൻ ഫയനോർഡിനെ 2-1 തോൽപ്പിക്കുന്നുണ്ട്. സോ ടോട്ടൽ ആഗ്രിഗേറ്റ് അവിടെ 4-1 ഇന്റർ മിലാൻ ക്വാർട്ടർ ഫൈനലിലേക്ക് കയറുന്നത്. സോ ബാഴ്സലോണ, PSG, ബയൺ മ്യൂണിച്ച്, അതേപോലെ ഇന്റർ മിലാൻ, ഈ 4 ടീമുകളാണ് ഇപ്പോൾ UEFA ചാമ്പ്യൻസ് ലീഗിൻ്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നത്. സോ എന്തായാലും ഈ പറഞ്ഞ മത്സരങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് താഴെ കമന്റ് സെക്ഷൻ രേഖപ്പെടുത്തുക. സോ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ദിസ് ഇസ് അലക്സ് ആൻഡ്രു സൈനിങ് ഓഫ് ആൻഡ് ഹാവ് എ നൈസ് ഡേ.